കേന്ദ്രത്തിന്റെ തിരക്കിട്ട നീക്കം മണിപ്പൂരിലേക്ക് കൂടുതൽ സേന എത്തുന്നു. 2500ഓളം അർദ്ധ സൈനിക വിഭാഗക്കാരാണ് ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തുന്നത്. നിലവിൽ 29,000 സൈനികരും അർദ്ധ സൈനിക വിഭാഗവും ഉൾപ്പെടെ 29,000 സൈനികരാണ് ഇപ്പോൾ മണിപ്പൂരിലുള്ളത്. കഴിഞ്ഞ ദിവസം വലിയ സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ച CRPFന്റെ സൈനിക പോസ്റ്റിന് നേരെ വെടിയുതിർത്ത ഇടം കൂടിയായ ജിരിബാമിലേക്കാണ് ഈ പുതിയതായിട്ടുള്ള സൈനികർ എത്തുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ആസാം റൈഫിൾസ് ഉൾപ്പെടെയുള്ള സൈനിക വിഭാഗങ്ങൾ ഇപ്പോൾ തന്നെ മണിപ്പൂരിലുണ്ട്. 115 CRPFന്റെ കമ്പനികളുണ്ട്, 8 RFF യൂണിറ്റുകളുണ്ട്, 84 BSF യൂണിറ്റുകൾ, 5 ITBP യൂണിറ്റുകൾ, SSBയുടെ 6 യൂണിറ്റുകൾ അടക്കം വിവിധ സേനാ വിഭാഗങ്ങളെ അവിടെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മണിപ്പൂരിൽ നടന്ന ഈ സംഘർഷം, ഈ ഏറ്റവും ഒടുവിലായി നടന്ന സംഘർഷത്തിൻ്റെ അലയൊലികൾ ഇപ്പോൾ മിസോറാമിലേക്കും കൂടി വ്യാപിക്കുന്നു. മിസോറാമിലും പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നീക്കം. പക്ഷേ ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പറയുന്നത് എത്രയും പെട്ടെന്ന് മണിപ്പൂരിനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ എന്താണ് ഈ കൂടുതൽ സേനയെ വിന്യസിച്ചതുകൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.